പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് വെക്റ്റർ ഫീൽഡുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, വെക്റ്റർ ഫീൽഡ്. എ വെക്റ്റർ ഫീൽഡ് ഇൻ എ പ്ലെയിൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ് വിത്ത് ഈച്ച് പോയിന്റ് പി ഇൻ ദി പ്ലെയിൻ എ യൂണിക് വെക്റ്റർ എഫ് ഓഫ് പി പാരലൽ ടു ദാറ്റ് പ്ലെയിൻ. Similarly, a vector field in 3 space is a function that associates with each point P in 3 space a unique vector f of P in 3 space. വെക്റ്റർ ഫീൽഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് എന്നാണ്. വെക്റ്റർ ഫീൽഡ് ഇൻ എ പ്ലെയിൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു രണ്ട് വേരിയബിളാണ് ഉണ്ടാവുക, എക്സും വൈയും എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ. ഇതാണ് 2 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ്. ഇതാ എക്സ് വൈ, ദറ്റ് ഈസ് ഐയും ജെ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ 2 ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ ഇവിടെ എന്താണ് വേരിയബിൾ, അതിലുള്ള വേരിയബിൾ തന്നെ ആയിരിക്കും ഈ ഫംഗ്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് മൂന്നാമത്തെ ഒരു വേരിയബിളും കൂടി ഉണ്ടായിരിക്കും. അതുപോലെ ഐ ജെ കെ 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും, കറസ്പോണ്ടിങ് 3 ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് സം ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ. ഇതാണ് വെക്റ്റർ ഫീൽഡ്. പ്ലെയിനിലാണെങ്കിൽ 2 ഐ ജെ കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുക, സ്പേസിലാണെങ്കിൽ ഐ ജെ കെ 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ 3 ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ. ഇത് സെക്കൻഡ് പ്ലെയിനിലെ ഒരു വെക്റ്റർ ഫീൽഡാണ്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സെഡ് ഐ പ്ലസ് 3xy സെഡ് ജെ പ്ലസ് സെഡ് ക്യൂബ് കെ. ഇത് 3 ഡയമെൻഷനിലെ ഒരു വെക്റ്റർ ഫീൽഡാണ്. അപ്പോൾ വെക്റ്റർ ഫീൽഡിനെ കുറിച്ച് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസും പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ ഫീൽഡ്. ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് എങ്കിൽ ദെൻ ഡൈവേർജൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡിവി ഡി ഐ വി ഡിവി എഫ് ഈക്വൽ ടു, അഥവാ ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് എഫിനെ ഇതിലെ 3 ഫംഗ്ഷൻ ഉണ്ട്, 3 ഓരോ കമ്പോണൻസിൻ്റെ കൂടെയും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഐയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. ജെയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ ജി എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. അതുപോലെ തന്നെ കെയുടെ കൊടുക്കുന്ന ഫംഗ്ഷൻ എച്ച് എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ടേമാണ് ഡൈവേർജൻസ് എഫ്. ദറ്റ് ഈസ് ഡി വി എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ്. ഇതിൻ്റെ കൂടെ ഐ ജെ കെ എഴുതാൻ പാടില്ല, ഇത് വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ്. ഇത് വെക്റ്റർ അല്ല, സാധാരണ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഡൈവേർജൻസ് ഡി വി എഫ് ഈക്വൽ ടു 0. ഡൈവേർജൻസ് 0 ആണെങ്കിൽ ആ വെക്റ്റർ ഫീൽഡിനെ പറയുന്ന പേരാണ് സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ഡൈവേർജൻസ്? ഡൈവേർജൻസ് ഒരു വെക്റ്റർ ഫീൽഡ് ഡൈവേർജൻസ് പറഞ്ഞാൽ അതിൻ്റെ 3 ഫംഗ്ഷനെയും വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു സെഡ് കറസ്പോണ്ടൻസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക, സം ചെയ്യുക. ഇതാണ് ഡൈവേർജൻസ്. നെക്സ്റ്റ്, ഡൈവേർജൻസ് 0 പറയുന്ന വെക്റ്റർ ഫീൽഡ്, അഥവാ ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് 0 ആണെങ്കിൽ ആ വെക്റ്റർ ഫീൽഡിനെ പറയുന്ന പേരാണ് സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ. ഫോർ എക്സാമ്പിൾ, if f of xy z equal to x square I plus xy j plus z square y k. ഇതൊരു വെക്റ്റർ ഫീൽഡാണ്. അതാ എഫ് ഓഫ് എക്സ് വൈ 3 ഡയമെൻഷനിൽ ഒരു വെക്റ്റർ ഫീൽഡാണ്. ഐ ജെ കെ അതിൻ്റെ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ എക്സ് വൈ ആൻഡ് സെഡ് സ്ക്വയർ വൈ. ഇതിനെ എഫ് ഒന്നും ഇതിനെ ജി ഒന്നും ഇതിനെ എച്ച് ഒന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡായി ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഐ
plus gj plus hk. Next, dvf, that is divergence f equal to dou f by dou x plus dou g by dou y plus dou h divided by dou z. ഇതാണ് ഡൈവേജൻസ്. ദാറ്റ് ഈസ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2x പ്ലസ് നെക്സ്റ്റ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റാണ്. ദാറ്റ് ഈസ് വൈയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ദാറ്റ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻറ്റാണ്. സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z ഇൻറ്റു ദാറ്റ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് 2zy. ഇതാണ് ഡൈവേജൻസ്. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ. f of xy z equal to x square y I plus e raised to z j plus 3y square xk. That is divergence dvf equal to 2 with respect to x ചെയ്യുമ്പോൾ 2xy പ്ലസ് ഇ റേസ് ടു സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു, ഇവിടെ വൈയുടെ ടേം ഇല്ല, കംപ്ലീറ്റ് കോൺസ്റ്റൻ്റ്, ദാറ്റ് ഈസ് 0 പ്ലസ് നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ ഇവിടെയും കംപ്ലീറ്റ് കോൺസ്റ്റൻ്റ്, കാരണം സെഡിൻ്റെ ടേം ഇവിടെ ഇല്ല. 3y അതേപോലെ എക്സും കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് 0 കെ വേണ്ട, ജെയും ഐ ജെ കെ വേണ്ട, ഡൈവേജൻസ് ഐ ജെ കെ കമ്മ്യൂണിസ്റ്റ് വേണ്ട, ദാറ്റ് ഈസ് 2xy. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി. എഫ് ഈക്വൽ ടു വൈ സ്ക്വയർ സെഡ് ഐ പ്ലസ് 3z ജെ പ്ലസ് എക്സ് സ്ക്വയർ വൈ ക്യൂബ് കെ. ഓക്കെ, ഡൈവേജൻസ് ഡി വി എഫ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എഫ്, ഐയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനാണ് എഫ്. എഫും ജിയും എച്ചും മനസ്സിലാക്കണമെങ്കിൽ ഐയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനാണ് എഫ്, ദാറ്റ് ഈസ് ഇതാണ് എഫ്. നെക്സ്റ്റ് ജി പറഞ്ഞാൽ ജെയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ. എച്ച് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയറുടെ കൂടെ കെയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനാണ് എച്ച്. ഓക്കെ, അപ്പോൾ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതേപോലെ ജിനെ വിത്ത് റെസ്പെക്ട് ടു വൈ, എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 പ്ലസ് നെക്സ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ അഗൈൻ 0 പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ 0. ദാറ്റ് ഈസ് ഡി വി എഫ് ഈക്വൽ ടു 0. ദെയർഫോർ ഈ ഫംഗ്ഷൻ, ഈ വെക്റ്റർ ഫീൽഡ് സോളിനോയിഡൽ അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് കേൾ ഓഫ് വെക്റ്റർ ഫീൽഡ്. ഒരു വെക്റ്റർ ഫീൽഡ് കേൾ. ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ. ഇതാ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് എന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേൾ എഫ് ഡിനോട്ട് ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ്, ദാറ്റ് ഈസ് ഐ ജെ കെ. ഫസ്റ്റ് റോല് വെക്റ്റർ കമ്പോണൻസ് ഐ ജെ കെ, സെക്കൻഡ് റോല് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. തേർഡ് റോള് കറസ്പോണ്ടിങ് ഐയുടെ കൂടെ ഏതാണോ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എഫ്, സെക്കൻഡ് ജി, നെക്സ്റ്റ് എച്ച്. അത് ഈ ഡിറ്റർമിൻ്റ്, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിൻ്റ്, ഒന്നാമത്തെ റോല് ഐ ജെ കെ, സെക്കൻഡ് റോല് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്, തേർഡ് റോള് എഫ് ജി എച്ച്. ഇതിൻ്റെ ഡിറ്റർമിൻ്റാണ് കേള്. ദാറ്റ് ഈസ് ഡിറ്റർമിൻ നമുക്കറിയാം ഐ ഇൻറ്റു ഡോ എച്ച് മൈനസ് ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ വൈ മൈനസ് ഡോ ജി ബൈ ഡോ സെഡ്. അതുപോലെ തന്നെ മൈനസ് ജെ ഇൻറ്റു ഡോ എച്ച്, ദാറ്റ് ഈസ് ഈ കോളം റോയും. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് സാധാരണ ഞങ്ങൾ മെട്രിക്സിൽ പഠിച്ച ഡിറ്റർമിനൻറ്റ്, ദാറ്റ് ഈസ് മൈനസ് ജെ ഇൻറ്റു ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ സെഡ്. നെക്സ്റ്റ് പ്ലസ് കെ ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ. ഇതാണ് കേൾ. ഇനി കേൾ എഫ് ഈക്വൽ ടു 0, ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ കേൾ എഫ് 0 ആണെങ്കിൽ ആ വെക്റ്റർ ഫീൽഡിനെ വിളിക്കുന്നത് ഇറോട്ടേഷണൽ ഓർ റൊട്ടേഷൻ ഫ്രീ എന്നോ ആ വെക്റ്റർ ഫീൽഡിനെ പറയും. ഓക്കെ,
അപ്പോൾ ഡൈവേജൻസ് 0 ആണെങ്കിൽ അതിനെ ഇൻകംപ്രസിബിൾ, അതേപോലെ കേൾ എഫ് 0 ആണെങ്കിൽ അതിനെ റൊട്ടേഷൻ ഫ്രീ അല്ലെങ്കിൽ ഇറൊട്ടേഷണൽ എന്നും പറയും. ഇത്രയും വേർഡ്സുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡൈവേജൻസ് ഡിവി എഫ് ഈക്വൽ ടു 0, ദെൻ എഫ് ഈസ് കോൾഡ് സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ. ഇനി ഡൈവേജൻസ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണെങ്കിൽ, ഡൈവേജൻസ് ഡിവി എഫ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഈസ് കോൾഡ് സോഴ്സ്. നെക്സ്റ്റ് ഡൈവേജൻസ് ഡിവി എഫ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഈസ് കോൾഡ് സിങ്ക്. അഥവാ ഡൈവേജൻസ് 0 ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0, ഇത് മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത്: ഇൻകംപ്രസിബിൾ, സോഴ്സ്, സിങ്ക്. നെക്സ്റ്റ് കേൾ എഫ് ഈക്വൽ ടു 0, ദറ്റ് ഈസ് റൊട്ടേഷൻ ഫ്രീ അല്ലെങ്കിൽ ഇറൊട്ടേഷണൽ. ഈ 4 ടേംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ: എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് 2y ക്യൂബ് സെഡ് ജെ പ്ലസ് 3zk. ഫൈൻഡ് കേൾ എഫ്. ദറ്റ് ഈസ് തന്നിട്ടുള്ളത് വെക്റ്റർ ഫീൽഡാണ്. കേൾ എഫ് ഡെഫിനിഷൻ: കേൾ എഫ് ഈക്വൽ ടു ഐ ജെ കെ ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. നെക്സ്റ്റ് എഫ് ജി എച്ച്, 3 ഫങ്ഷൻ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റാണ് കേൾ എഫ്. ദാറ്റ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ വൈ മൈനസ് ഡോ ജി ബൈ ഡോ സെഡ് അല്ലേ. ഐ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ വൈ മൈനസ് ഡോ ജി ബൈ ഡോ സെഡ് മൈനസ് കെ ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, where f equal to x square y and g equal to 2y cube z, h equal to 3z. Okay, therefore this equal to I into h നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം, ദാറ്റ് ഈസ് 0. വിത്ത് റെസ്പെക്ട് ടു h 3z ആണ്, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 0. ജിനെ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യണം, ദാറ്റ് ഈസ് ജി ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ 2y ക്യൂബ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു 2y ക്യൂബ് മൈനസ് ജെ ഇൻറ്റു നെക്സ്റ്റ് എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം, എഗെയിൻ 0, മൈനസ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യണം, ദാറ്റ് ഈസ് 0. എഫിലും z എന്ന ടേമേ കിടക്കണില്ല, ദെർഫോർ 0. നെക്സ്റ്റ് പ്ലസ് കെ ഇൻറ്റു ജിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എഗെയിൻ 0 മൈനസ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ, ദാറ്റ് ഈക്വൽ ടു മൈനസ് 2y ക്യൂബ് ഐ പ്ലസ് 0j മൈനസ് എക്സ് സ്ക്വയർ കെ. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു മൈനസ് 2y ക്യൂബ് ഐ മൈനസ് എക്സ് സ്ക്വയർ കെ. ഓക്കെ, ഇതാണ് കേൾ എഫ്.